ചേട്ടാ അയ്യോ ബസ്സിലൊക്കെ പോയിടേ അതന്നെ ആ കാച്ചിനോ ആര് എടി അവര് വീട്ടിൽ കയറി ഒരു വീട്ടിൽ കയറിയിടല്ലോ വീട്ടിൽ കയറാൻ വേണ്ടി ഇവിടെ വീട്ടിൽ കയറിയിട്ടില്ല റൈറ്റ് പോടാ സ്പീക്കർ ഉണ്ട് സ്പീക്കർ ഞാനും എന്റെ വീട്ടിൽ കയറണടാ വയറ് ബാക്കിൽ വയറിട്ട ശ്രദ്ധിക്കണേ എല്ലാവരും ബാക്കിൽ ശ്രദ്ധിക്കണേ അങ്ങനെ പോയതാ 10,000 അറിയാമണ്ടല്ലോ മുത്ത് മുത്ത ഞങ്ങൾ മുത്ത് ജസ്റ്റ് ഒന്ന് അത് പ്രിയ സൂരജ് എല്ലാരും ഒന്ന് ബാക്ക് ഇറങ്ങിക്കോ ബ്രോ ഒന്ന് ബാക്ക് ഇറങ്ങിക്കോട്ടെങ്കിലേ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ക്ലോസ് ആയിട്ട് എല്ലാവരോടും വന്ന് പോയി തിരിച്ച് എനിക്കറിയില്ലല്ലോ നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുക്കാം നമുക്ക് സ്റ്റെപ്പ് കുറച്ച് ഇറങ്ങി
എല്ലാവരും പോലെ നമ്മളെ പിള്ളേരെ കിടുവാ ബാങ്കിലേക്ക് മക്കളെ ചോദിച്ചേട്ടാ ആ കേക്ക് കട്ട് ചെയ്ത് ചേട്ടാ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ടേബിൾ ഒന്ന് കേട്ടോ ചേട്ടാ അതൊന്ന് പിടിക്കാം ഹലോ ഞാൻ ഇവിടെ 3 മാസം മുമ്പ് പോയതൊന്നും ഞാൻ അറിയില്ല. സത്യം അങ്ങനെ ആളാകുമ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല. മനസ്സിലാക്കുന്നത് ഞാനത് പഴയ കാണുമ്പോ എന്തോപോലെ തോന്നുന്നു. സത്യം കാരണം ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങി പോകുമ്പോ എന്താ ഞങ്ങൾ പഴയ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വീട്ടിലൊരാള് നിങ്ങളുടെ ഈ കുടുംബത്തിലെ നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത് ആ ഒരാളെ നിൽക്കുന്നത് അത് മാറ്റമൊന്നുമില്ല കേട്ടോ. സത്യം മനസ്സിലെത്തി പറയണം. ഞാൻ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ബിഗ് ബോസിന്റെ അകത്ത് 50% ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്, പുറത്ത് 50% ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പ് നമ്മുടെ ഇരിക്കുന്നത് കാരണം നിങ്ങൾ തന്നെ കൈപിടിച്ച് ബിഗ് ബോസ് എന്താന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കേട് തന്നെ നോക്കണം. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ആരെയും ഒരാളോട് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെ സെലക്ട് ചെയ്യുന്ന ആലോചിക്കും. ഓരോരുത്തരും ഞാൻ വീട്ടിട്ടുണ്ട് ഞാൻ എത്ര നേരം ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് അറിയാം. അമ്മ നമ്മുടെ 12 നേരം ഫുഡ് കഴിച്ചിരുന്നതാ ഇവിടെ 12 നേരം. സത്യം 2 മണിക്കൂർ 1 മണിക്കൂറായിട്ട് 12 നേരം ഫുഡ് ഉണ്ടാക്കി തന്നിരുന്ന അമ്മയെ നിൽക്കണം. അപ്പച്ചനോട്ടാ അപ്പച്ച നല്ല ഫുഡ് കഴിക്കും. അപ്പൊ ആ ഉണ്ടാക്കിയിരുന്ന ആൾ അവിടെ ചെന്നപ്പോൾ 3 നേരം ഭക്ഷണം പോകും. നമുക്കൊരു കായ വറുത്തൊരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 25 രൂപ 1 2 3 ആ അവസ്ഥയിൽ വളരണം. അപ്പൊ ഭയങ്കര ടഫാണ് സത്യം. അടി കൊള്ളല്ല ഞാൻ അടി കൊള്ളണം. അടി കൊടുത്ത മഹാമാരൊക്കെ കഴിഞ്ഞോണ 2 സീസൺ കണ്ടില്ലേ. അപ്പൊ നമ്മുടെ റോബിൻ തന്നെ അവൻ നമ്മള് വിജയിക്കേണ്ട ആളല്ലായിരുന്നു, ജസ്റ്റ് ആളെ അടിച്ചുകൊണ്ടല്ലേ പുറത്തുപോയി. അപ്പൊ എന്നോട് ഏഷ്യക്കാര് പറഞ്ഞിരുന്ന സാധനം മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ പോയത് അടിക്കതേ ഉള്ളൂ. അടിക്കാതെ ഇരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം എന്നെ സംബന്ധിച്ചോളം ദേഷ്യം കൂടുതലുള്ള ആളാണ്. അതൊക്കെ അവിടെ ചെന്നപ്പോ ശാന്തമായിട്ട് അല്ലെങ്കിൽ എന്നെ പിടിച്ച് പുറത്താക്കും. എനിക്ക് മനസ്സിലായി എന്താ പറയാ എന്താ പറയാ എനിക്കറിയില്ല. പുറത്തിറങ്ങാൻ നല്ലോണം പ്രസംഗിക്കാൻ പറ്റും. ഇവിടെ നാട്ടിൽ നിൽക്കുന്ന മോഹം കണ്ടത് എന്തോ പോലെ ഡാൻസ് അതിന് പോയി ഞാൻ കളിക്കാൻ. കാരണം അവസ്ഥയാവും നമ്മള് ഒരു മുദ്ര അറിയാത്ത ആൾക്കാർ മുദ്ര കിട്ടുള്ളൂ. ഡാൻസിന്റെ ബാലവാടികൾ അറിയാത്ത ആൾക്കാരാണ് നമ്മൾ പഠിക്കുന്നത്. അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. അവിടെ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്നെ സംബന്ധം ആ ഗെയിം ഞാൻ അവിടെ ഉപേക്ഷിച്ചു, തീർന്നു. എനിക്ക് എന്റെ ഫ്രണ്ട്സാണ്. ഞാൻ അവരവിടെ പുറത്തിറങ്ങിയിട്ട് അവരെന്ത് പറഞ്ഞാലും ചെയ്താലും എന്റെ ഭയന്ന് അവർക്കെതിരൊന്നും വീഴില്ല, ആർക്കെതിരും വീഴില്ല. അത് കാരണം അവരൊക്കെ എന്റെ സഹോദരന്മാരും സഹോദരികളായിരുന്നു. കാരണം ഞാൻ അങ്ങനെ കണ്ടാണ്, അവരെന്നെ അങ്ങനെ കണ്ടാണ് എനിക്കറിയില്ല.
ജിന്റെ ചവിട്ടി താഴ്ക്കാൻ ശ്രമിച്ചവരോടെന്നാണ് പറയാനുള്ളത്. ബിഗ് ബോസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ആദ്യം. അവര് ചവിട്ടി താത്തെന്ന് പറഞ്ഞാൽ ഞാൻ മോളിക്കരി പോയിട്ട് പോകും. കാരണം അതായത് ഞാൻ ഏറ്റവും മനസ്സിലിട്ടുള്ളതാണ്. കാരണം എന്റെ ചവിട്ടി താത്ത എന്റെ നാട്ടിൽ സമ്മതിക്കും. അതാണ് കാരണം നമുക്ക് കൊള്ളാം. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. ഉറപ്പാണ് ഞാൻ അവിടെ പുറത്തു പോകും. എനിക്ക് 100% ഉറപ്പാണ്. അത് ഞാൻ എടുത്തു വെച്ചേക്കണം. അതെന്താ എടുത്തു വെച്ചത്? കാരണം നമ്മൾ എപ്പോഴും വെക്കുമ്പോ മഴ, പിന്നെ എനിക്ക് സെന്റിമെന്റ്സ് കൂടുതലാണ്. ഇവിടുന്ന് പോയപ്പോൾ ഭയങ്കര സെന്റിമെന്റാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ ഔട്ടാവാന്ന് പറയുമ്പോ മറ്റുള്ള സങ്കടം ഒറ്റയ്ക്ക് അതെന്താ ഒറ്റയ്ക്ക് ശരിക്കും പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ ജീവിക്കാം. കുടുംബക്കാരിലല്ലേ, കുടുംബത്തിൽ ഒരു 10 പേര് ജീവിക്കണമെങ്കിൽ 10 പേര് ഒരാളെ മൊത്തത്തില് ആ 9 പേരും നിങ്ങളെ ഡൗൺ ആക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അവസ്ഥ ഭയങ്കര മോശമായില്ലേ? ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ കാണാനും ആ വീട്ടിൽ പോകാൻ പറ്റൂലാനും ആ അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടാവും? നമ്മൾ എന്ത് ചെയ്താലും ആ 9 പേരും നമ്മൾ കുറ്റം പറയും അല്ലെ? നമ്മൾ അവരെ കുറ്റം പറഞ്ഞാൽ എന്തായിരിക്കും? അത് നെഗറ്റീവ് വരും. അപ്പൊ അതൊക്കെ കേട്ട് സൈറ്റിൽ നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ചില്ലറ കഥകളാ. അത് എനിക്ക് പാലപാഠം പഠിച്ചെങ്ങനെ അറിയോ? നമ്മുടെ ഈ മാണിക്കൂർ സ്കൂളില് അതൊക്കെ നമുക്ക് വളരെ ചന്തകള്. അത് നമ്മുടെ മാണിക്കാർക്ക് പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മുടെ എല്ലാം ചന്തകളാണ്. കാരണം അവരാണ് നമ്മൾ ചെറുപ്പതേ മുതല് കരാട്ട, കുറുക്കു ഒക്കെ ബ്ലാക്ക് ബെൽറ്റ് കാര്യങ്ങൾ എടുക്കാം. പക്ഷെ ഇവിടെ ആരെങ്കിലും ഞാൻ തല്ലിയുണ്ടോ? അവിടെ നിർത്തുന്നല്ലേ? അതായത് ഇപ്പൊ 1-2 പോയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നിർത്തുമോ? ടിക്കറ്റ് അയച്ചതല്ലോ. അത് അന്ന് ക്യാൻസൽ ചെയ്യും. അപ്പൊ അവിടെ എന്നോട് ഞാൻ ശരിക്കും പറഞ്ഞാ അടുത്ത് പറയാം. പിന്നെ വഴിയെ മനസ്സിലാക്കും. ഇവിടുത്തെ പറഞ്ഞാലേ കേക്ക് ഞങ്ങളുടെ എല്ലാവരും ഇവരാണ് വിളിക്കുന്നത്. നമ്മുടെ മക്കളെല്ലാവരും നമ്മുടെ നാട്ടുകാരെല്ലാവരും ആർക്കൊന്നും കൂടാം ഇതിനകത്ത്. എന്നിട്ട് കേട്ടോ ഇല്ല ഞാൻ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാറ്. എല്ലാവരും കേക്ക് ഇട്ടായിരുന്നു. എന്റെ വീടാണ്. എനിക്കൊരു സ്വാതന്ത്ര്യം. അവിടെ ഒരു കേക്ക് കട്ട് ചെയ്തതാ പിള്ളേർക്ക് വിട്ടുകൊടുക്കാം. അവിടെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുമ്പോ എപ്പോഴും നമ്മള് മുട്ടുകുത്തും. എനിക്ക് മുട്ടുവേനുണ്ട്. മുട്ടുമ്പോ പറയാൻ നിൽക്കാൻ പറ്റുമോ? സിഗരറ്റ് കാര്യമൊക്കെയുള്ളൂ. അപ്പൊ നമുക്ക് സൂര്യനമസ്കാരം ചെയ്യണോ? ചെയ്യണോ? അതറിയാണ്ട് ചെയ്തിട്ട് നമ്മൾ തെറ്റിയാത്ത കാര്യങ്ങളുണ്ട് അവിടെ അല്ലെ? അതൊന്നല്ല, നമ്മളെല്ലാം തെറ്റ് ചെയ്യും ഇല്ലേ? 100% ശരിയാണ് ആരെങ്കിലും അതല്ല. അത് നമ്മളാ തെറ്റ് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ തെറ്റ് ചെയ്തു, ക്ഷമിക്കണം, മാപ്പ് പോയി. ഈ കേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് തിന്നാട്ടോ.
എടീ ഹലോ നീ എവിടെയാ? ഞാൻ ബാത്റൂമിലാണ്. ഓളെ വിളിച്ചാൽ തിരിച്ച് വീഡിയോ വിളിച്ച് പറഞ്ഞു അമ്മ അമ്മയല്ല. അപ്പൊ ആ വീട്ടിലാരും മിസ് ചെയ്യുന്നത് എനിക്ക് ആ വീടാ മിസ് ചെയ്യുന്നത്. വീട്ടിലല്ല സത്യം. വീട്ടിലാരെങ്കിലും മിസ് ചെയ്യല. കാരണം അവരെല്ലാം പുറത്തില്ലേ കാണാതെ വീട് മിസ് ചെയ്യണം. ആ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങള് 100 ദിവസം ഒരു വീട്ടിൽ താമസിച്ചിട്ട് ആ വീട് എന്താ പറയാ ജഡ്ജ് ചെയ്യാൻ നമ്മള് പുറത്തേക്ക് ഇറങ്ങില്ലേ ആ ഫീലാണ്. ഞങ്ങളിപ്പോ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പൊ ജിന്റെ ചേട്ടൻ തരാനുള്ള ഒരു ഉപദേശം നിങ്ങൾ പോകണമെങ്കിലാ ട്യൂഷൻ സെന്റർ ഒരു ശതമാനം തുടങ്ങാം. നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോകണമെങ്കിൽ അടുത്ത കപ്പൽ സന്തോഷം മൊത്തത്തിലുള്ള ഗുണമാണ്. അതെ നമ്മള് മണ്ഡലം നമുക്ക് മുതലൂത്തി തന്നപ്പോ നമ്മള് മണ്ഡലം നമ്മുടെ നാട്ടുകാരുടെ നമ്മൾ തെളിയിച്ചു കൊടുത്തില്ലേ? അതല്ലേ നമ്മുടെ കപ്പ് വിജയം അല്ലേ? നമുക്ക് ഞാനൊക്കെ നാളെ 3 പ്രോഗ്രാം അതെ വീണ്ടും പറയട്ടാ. ഞാൻ നിങ്ങളുടെ പഴയ ജില്ലോട്ടാ സീരിയസ് നിമിത്തം നമുക്ക് ആരോഗ്യ കൈകൾ അതുകൊണ്ട് നിങ്ങളുടെ കൈ തരാൻ ഞാൻ തീർച്ചയായിട്ടും ഞാനിവിടെ ഗേറ്റ് വെക്കുന്നുണ്ടോ എന്താ അറിയോ? ഇങ്ങനത്തെ ഗേറ്റ് വെക്കും. ഞാൻ ബിഗ് ബോസിന്റെ ഗേറ്റ് വെക്കൂടെ ഇങ്ങനെ ആ കണ്ണിന്റെ സാധനം എന്റെ മനസ്സിലുള്ള ഐഡിയ നല്ലായിരിക്കും. നല്ലതായിരിക്കില്ലേ? നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് അപ്പൊ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ അവർക്ക് ഒന്ന് കയറാനായിട്ട് ഒരു അവരുടെ മെമ്മറി ആയിരിക്കില്ലേ? നമുക്ക് ബാക്കിൽ ബിഗ് ബോസിന്റെ പടം വരയ്ക്കാം. പിന്നെ ബാറ്ററി മാറണം. ഹലോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയൊന്ന് ചോദിച്ചായിരുന്നു. എങ്ങനെ മോനാ ഈ ഫോണങ്ങോട്ട് തിരിച്ചു ഞെട്ടിപ്പോ മീഡിയക്കാരും വീട്ടുകാരൊക്കെ ഉണ്ട്. പോലെ ഫോണും തിരിക്കോ? തിരിക്കാമോ ഫോൺ? ഫോൺ തിരിക്കണോ? എന്നെ കാണാൻ വേണ്ടി ഒച്ചെടുത്ത് കാണണ നിനക്ക് ഇത്ര ഫാൻസാ? തിരിച്ചില്ലെന്ന് കുഴപ്പമില്ല, ഒരിടത്ത് പോവില്ല. പണി പാടി മോനെ തിരിക്കണേ. കേക്കട്ടെ പറഞ്ഞ ജോലി കഴിഞ്ഞിട്ട് ഉറപ്പിക്കുന്ന ഇതെന്റെ വാക്യാണ്. ആ അല്ലേ? നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കല്ലേ സർപ്രൈസ് ഉണ്ട്. ആ അതന്നെ നക്ഷത്ര. സത്യം നമുക്കൊരു മോളുണ്ട്, അത് നക്ഷത്രം.
ഹലോ തിരിക്കണോ വേണ്ടല്ലോ തിരികെ വേണ്ട ഇല്ല അവള് ചുമ്മാ രാവിലെ മോർണിംഗ് എണീറ്റുള്ളൂ അവിടെ മോർണിംഗ് ടൈമിങ് കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ആൾക്ക് അങ്ങനെ ഒരു ഇതിനകത്തല്ല ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഇഷ്ടം, അതുകൊണ്ടാണ് സത്യം നമ്മള് പറഞ്ഞു. ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കണോ അല്ലേ? ഇത്തേക്കില്ല അവന് വെച്ചോ വീട്ടിൽ കയറണ്ടായോ? കേട്ടോ ഒന്നുകൂടി തിരിക്കുന്നത് തിരിച്ചു ഇവരെന്നെ തിരിപ്പിക്കുന്ന ടൈപ്പ് അതി വെച്ചോ. ബാക്കിലോട്ട് ഞാൻ നോക്കി ബാക്കിലാണ് ആ ഓക്കെ ഓക്കെ എനിക്കറിയാം. അപ്പൊ ഓക്കെ വെച്ചോ ബൈ. തിരിച്ചു പറ ഉമ്മ മുഴുവൻ നാട്ടുകാർക്ക് കൊടുത്തു. ലാലേണ്ട ചുംബിച്ച ചുണ്ട പവറ് കൂടും. പാട്ട് പാടൂ. പാട്ട് പാടാൻ നിൽക്കും എല്ലാവർക്കും പാടി മോശം. ആ കാക്കയുടെ പാട്ട് പാട്. ബസ്സിൽ പാടില്ലോ. എനിക്ക് പാടി തന്ന പാട്ട് സാധനം പോകല്ലേ ഇനി പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല. കൊറേ അതിന് പകരം നമ്മുടെ പാടുന്ന ഒരുപാട് ആരെ പാടാം നമ്മുടെ അനിയത്തിമാർക്ക് നമ്മുടെ ബ്ലഡുകൾക്ക് പാടുണ്ടോ? ഇഷ്ടമുള്ള പാട്ട പാടും രണ്ടുപേര്. ബിഗ് ബോസിനകത്ത് പാടി പാട്ട് പാടും. പ്രായത്തിൽ പിന്നെ ഞാൻ കണ്ടപ്പോ താമര മുട്ടായിരുന്നു ഒരു താര മുട്ടായിരുന്നു ദാവിണി പ്രായത്തിൽ പാതി വീരിഞ്ഞു നീ പൂഞ്ചോല പരുവത്തിൽ പൂവായി കവിത തുളുമ്പുന്നതനായി പാട്ടുണ്ട് അത് പാടാനാണ് അവള് പാടി എനിക്ക് പാട്ട്
പാടാൻ അറിയില്ല. മൈക്കോഫൈ അവിടെ ജയിലിൽ പണിയല്ലേ അല്ല ജാസ്മിൻ ഒരു ചോദ്യം റെസ്പിൻ അന്ന് വേസ്റ്റ് നിലത്തിട്ട് അടിച്ചു വാരിപ്പിച്ചില്ലേ? അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജിന്റെ പുറകിൽ നിങ്ങൾ നിങ്ങളുടെ പേരിൽ ഗ്യാസൊക്കെ അല്ല ശരിയായില്ല. ശരിയാറുണ്ടോ? എന്ത് ദേഷ്യം അറിയോ? ചെറുപ്പം അറിയൂലേ? അതാ കുട്ടി ചെറുപ്പം. ആ കുട്ടിക്ക് ഇത്തിരി ദേഷ്യം അപ്പോഴും നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ വീട്ടിലായാലും നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആളുകൾ അറിയൂലേ? അറിയും. തീരുമാനമുണ്ടാവും, തീർച്ചയുണ്ടാവും. അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളങ്ങനെ ചിന്തിച്ചു നോക്കി. സത്യം പറഞ്ഞു നമ്മുടെ ഇടയിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മള് ചിലപ്പോ ചട്ടിയിട്ട് അടിക്കുന്ന കാരണവരുണ്ടാവും, തല്ലണ കാരണവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ മക്കളെ നമ്മള് ചിലപ്പോ അല്ല റെസ്പിനല്ലേ റെസ്പിന്റെ ചങ്കണ അവനത് മുത്താണ്. എല്ലാം നല്ലല്ലേ പ്രോത്സാഹിപ്പിക്കുക. ഞാനും പോണ്ട് നല്ല ജിമ്മൊക്കെ കാണണ്ടേ, നമുക്ക് പോയി കാട്ടേ, അവനും വളരട്ടെ. നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവർക്കും വളരാനുള്ള അവസരമല്ലേ. നമ്മുടെ ഗെയിമൊക്കെ അവിടെ തീർന്നു. സത്യം ആ അത്ര ദിവസം നമ്മുടെ ഗെയിം എല്ലാം ആ ഗെയിം ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തോളാം. എന്റെ ലൈഫിലെ അച്ചീവ്മെന്റ്സ് മൊത്തം അങ്ങനെയാണ്. നമുക്ക് എന്തോരം ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കണം, എല്ലാവരും നമ്മൾ തിരിച്ചു ഉപദ്രവിക്കണം അതിന്റെ നേരമുള്ളൂ. അവരൊന്നും ഉപദ്രവിച്ചല്ല നമ്മളെ, അവരുടെ ഗെയിമിന്റെ ഭാഗമാണത്. ഞാൻ എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇഷ്ടം പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുക, അതൊക്കെ അതിൻ്റെതായ ഭാഗത്തിന് വിടാം. അവിടെ തീർന്നു. എന്റെ ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും അവർ ചെയ്ത തെറ്റുകളും ശരിയൊക്കെ എന്റെ മനസ്സിലവിടെ തീർന്നു. ഞാൻ അവിടെ തീർത്തിലോട്ടെ. പിന്നെ എന്റെ ഫ്രണ്ട്സാണ് അവർ. അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. അതിനുള്ള കഴിവിരിക്കുന്നു. നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കഴിവുണ്ടാവട്ടെ. കാരണം ഞാൻ ബിഗ് ബോസിൽ പഠിച്ച ഭാഗമാണ്. കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ല പാഠമാണ്. കാരണം അവരോട് ക്ഷമിക്കാൻ പഠിച്ചപ്പോഴല്ലേ നമ്മളവിടെ അല്ലേ? സത്യമല്ലേ? അല്ലേ? അവരോട് ക്ഷമിക്കാൻ പഠിച്ചപ്പോഴേ ഞാൻ വളർന്നു. ക്ഷമിക്കാൻ പഠിക്കാൻ നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളുടെ വായനോട് പറഞ്ഞു. 91 വയസ്സായ എന്റെ അപ്പനാണ്. അമ്മയുടെ അമ്മയുടെ അപ്പൻ 91 വയസ്സ്. മനസ്സിലായോ? ഇപ്പൊ എന്റെ അപ്പനൊക്കെ അന്നേക്കാളും ചെറുപ്പാ. കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഈറ്റ വെട്ടാനായിട്ട് മലയിൽ പോലെ ആ മലയിൽ പോയിട്ടുണ്ടാകിയ ആരോഗ്യമാണ്. ഇപ്പോഴും അപ്പം നല്ല നിവർന്ന് നിൽക്കണടാ. അതാണ് ആ ഒരു കരുത്ത് നമുക്ക് കിട്ടിയാണ്. നമ്മൾ എവിടെ ചെന്നാലും സമൃദ്ധി പുരസ്കാരം ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ വലിയ അച്ചീവ്മെന്റ്സുകൾ നേടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മെമന്റോ ആണ് സമൃദ്ധി എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം അത് നമ്മുടെ ഏറ്റവും വലിയ അംഗീകാരം. നമ്മൾക്ക്
എവിടെ നിന്ന് എന്ത് കിട്ടിയാലും പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അല്ലേ? സത്യമല്ലേ? ഇതെന്റെ എല്ലാവരുടെ കൂട്ടുകാരാണ്, ക്ലാസ്മേറ്റ്സാണ്, ഒക്കെയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല, തിരിച്ചു ഇങ്ങോട്ട് ആവശ്യമില്ല. സത്യസന്ധത വേണം. ഞാൻ എപ്പോഴും നിങ്ങളുടെ പഴയ ചിന്തയാണ്. എനിക്ക് ഞാൻ നിങ്ങളും അങ്ങനെ തന്നെ ആവണം. എനിക്കതെന്റെ ആഗ്രഹം. സത്യം, നിങ്ങൾ ഭയങ്കര ഫോർമാലിറ്റീസ് ആവണം, അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക്. സത്യം ഒരു കാര്യം പറയാനാണ്. ഓക്കെ, എല്ലാവരും നമ്മള് ഇവിടെ എല്ലാവരും തുടങ്ങിയാണ് ഈ സംരംഭം നന്നായിട്ട് വിജയിക്കട്ടെ. എൻ്റെ തൊട്ടപ്പുറത്ത് വിടാം ഒരു മതിലാണ്. അവിടെ അങ്ങനെ ഇങ്ങനെയുള്ള ഉപകാരങ്ങളെല്ലാം നിലനിൽക്കുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഓക്കെ, നമുക്ക് നിർത്തിയാലോ? നമുക്കിന്ന് പോകാം.